Namaskaram. Night Without Ends by Alistair MacLean, Chapter 11, Friday 6 p.m. to Saturday 12:15 p.m. ഡോക്ടർ മേസനെയും കൂടെയുള്ള ആൾക്കാരെയും ഇറക്കി വിട്ട് സോളി ലെവിനെയും മാർഗരറ്റ് റോസിനെയും ബന്ദികളാക്കി അവരുടെ കൈകൾ കൂട്ടിക്കെട്ടി ക്യാബിൻ്റെ അകത്തിരുത്തി സ്മാൾവുഡും കൊറാസിനെയും ട്രാക്ടറുമായിട്ട് മുന്നോട്ട് നീങ്ങി. കൊറാസിന് ഡ്രൈവിംഗ്, സ്മാൾവുഡ് ഒരു ഗണ്ണുമൊക്കെ ആയിട്ട് ട്രാക്ടർ ക്യാബിൻ്റെ അകത്തിരിപ്പുണ്ട്. അതും നോക്കി ഡോക്ടർ മേസൻ ആൻഡ് ടീം അമ്പരന്നങ്ങനെ നിൽക്കുകയാണ്. ട്രാക്ടർ ക്യാബിൻ, ദെൻ ട്രാക്ടർ സ്ലെഡ്, അത് കഴിഞ്ഞ് ഡോഗ് സ്ലെഡ്സ്, ഏറ്റവും പുറകെ ഡോഗ്സ്, സ്ലെഡ് ജോഗ്സ്. അങ്ങനെ ആ സംഘം മുന്നോട്ട് നീങ്ങി. എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷം ജാക്സ്ട്രോയും ഡോക്ടറും കൂടി ആലോചിച്ചു. ഏതായാലും ട്രാക്ടറിൻ്റെ പുറകെ തന്നെ പോകാൻ തീരുമാനിച്ചു. വേറെ എങ്ങോട്ടും പോകാൻ അവർക്ക് വഴിയില്ല. ദിശ അറിയില്ല, മാഗ്നറ്റിക് കമ്പസ് ഇല്ല. ഗ്രീൻ ഐസ്കാപ്പിൽ ദിശ അറിയാതെ മുന്നോട്ട് പോകാൻ വേറെ മാർഗങ്ങളില്ല. അതുകൊണ്ട് അവർ ട്രാക്ടറിൻ്റെ പുറകെ പോകാൻ തീരുമാനിച്ചു. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഈ ട്രാക്ടറിൻ്റെ കാറ്റർപില്ലേഴ്സിൻ്റെ പാടുകൾ, ആ ഡിപ്രഷൻസ് വളരെ പെട്ടെന്ന് മഞ്ഞ് വന്ന് മൂടും. കാരണം അതിശക്തമായ കാറ്റും അതിനോടൊപ്പം ഐസ് പിക്യൂൾസും എല്ലാം ഉണ്ട്. കാറ്റിനെക്കുറിച്ച് അന്ന് രാവിലെ തന്നെ ജാക്സോ പ്രവചിച്ചിരുന്നതാണ്. ഇപ്പോൾ ആ കാറ്റ് അതിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കുകയാണ്. 40 km/h സ്പീഡിന് മുകളിലായിട്ട് കൃത്യമായിട്ട് നോക്കാൻ സംവിധാനമില്ല. അനിമോമീറ്റർ ഒന്നും അവരുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല. കാറ്റ് വീശിയടിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ ഈ കാറ്റർപില്ലേഴ്സ്, കാരണം വൈകുന്നേരം 6 മണിയാണെങ്കിലും നേരമൊക്കെ ഇരുട്ടി, വെളിച്ചമില്ല. പെട്ടെന്നാണ് എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ബാൾട്ടോ, നമ്മുടെ ജാക്സോയുടെ ലീഡ് ഡോഗ്, അവിടെ എത്തിയത്. കാരണം അതിനവിടെ കെട്ടിയിട്ടിട്ടില്ല. പക്ഷേ കൊറാസിനെയും സ്മാൾവുഡും രംഗം കൈയടക്കിയ സമയം തൊട്ട് ബാൾട്ടോ രംഗത്ത് വന്നിട്ടില്ല. അത് ഇരുട്ടിൻ്റെ മറവിൽ അവർ ഫോളോ ചെയ്യായിരുന്നു എന്നവർക്ക് മനസ്സിലായി. ഇപ്പോൾ അതാ ബാൾട്ടോ അവിടെ എത്തിയിരിക്കുന്നു. ബാൾട്ടോ ജാക്സോയുടെ നിർദ്ദേശപ്രകാരം ആ ട്രാക്ടറിൻ്റെ കാറ്റർപില്ലേഴ്സിൻ്റെ പാടുകളും നോക്കി മുന്നോട്ട് നീങ്ങി. പുറകെ ഈ സംഘവും. അതിനിടയിൽ തന്നെ മറ്റൊരു കാര്യം സംഭവിച്ചു. യാത്ര തുടങ്ങുന്നതിനൊക്കെ മുമ്പ് തന്നെ നമ്മുടെ ഹെലീൻ ബോധരഹിതയായി നിലത്ത് വീണു. ഓൾറെഡി മാഗ്ലറും മേരി ലിഗാർഡും നടക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ്, അബോധാവസ്ഥയിലാണ്. സോ കൂട്ടത്തിൽ ശക്തരായ 3 പേർക്ക് ഓരോ ഭാരങ്ങൾ ചുമക്കേണ്ട അവസ്ഥയാണ്. ജാക്സ്ട്രോ, ഹെലീന്, ഡോക്ടർ മിസ് മേരി ലിഗാർഡിനെ ആൻഡ് സാഗറോ, മാഗ്ലറെ ഓരോരുത്തരെയും ഷോൾഡറിൽ ഇട്ടുകൊണ്ടാണ് ഇവർ നടക്കുന്നത്. ഏറ്റവും പുറകെയായി നമ്മുടെ സെനറ്റർ ബ്രൂസ്റ്റർ വരുന്നുണ്ട്. അതികഠിനമായ യാത്ര, ശക്തമായ തണുപ്പും അസഹനീയമായ കാറ്റും. ഇത്രയും നേരം അവർ മൺഡേ 7 PM തുടങ്ങിയ യാത്രയാണ്. പക്ഷേ അവർക്ക് ആ ട്രാക്ടർ ക്യാബിൻ്റെ പ്രൊട്ടക്ഷനെങ്കിലും ഉണ്ടായിരുന്നു, കാറ്റിൽ നിന്നും തണുപ്പിൽ നിന്നുമൊക്കെ രക്ഷയായിട്ട്. ഇപ്പോൾ യാതൊന്നുമില്ല. എല്ലാത്തിനെയും നേരിടേണ്ട ഒരവസ്ഥയിൽ അവർ മുന്നോട്ട് നീങ്ങുകയാണ്. ആ കാറ്റത്തും ആ തണുപ്പത്തും ഒപ്പം മറ്റൊരു കാര്യം ഇവിടെ ഉണ്ട്. ഭക്ഷണമില്ല, വെള്ളം പോലും ഇല്ല. കാരണം മഞ്ഞുരുക്കിയാണല്ലോ അവർ വെള്ളം ഉണ്ടായിക്കൊണ്ടിരുന്നത്. ആ സംവിധാനങ്ങളെല്ലാം ട്രാക്ടറിൻ്റെ അകത്താണ്. അങ്ങനെ ആ ഒരവസ്ഥയിൽ അവർ മുന്നോട്ട് നീങ്ങുകയാണ്. ഏകദേശം പുലർച്ചെ ഒരു 3 മണിയോടെ നമ്മുടെ ബാൾട്ടോ പെട്ടെന്ന് നിന്ന് അത് ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം ഒരു ലേശം ഇടത്തോട്ട് മാറി നടന്നു. പുറകെ ആ ടീമും നടന്നു. 2 മിനിറ്റിനകം അവർ ആ ഡോഗ് സ്ലെഡ്ജിൻ്റെ അടുത്തെത്തി. അതായത് അത്രയും ദൂരം ആയപ്പോഴേക്കും ഡോഗ് സ്ലെഡ്ജ് നമ്മുടെ സ്മാൾവുഡ് ഊരിക്കളഞ്ഞു. അതിന് 6 സ്ലെഡ്ജ് ഡോഗ്സുള്ളതിനെല്ലാം അഴിച്ചു വിട്ടിരിക്കുന്നു. അതിൽ 2 എണ്ണം ആ സ്ലെഡ്ജിൻ്റെ അടുത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഇവരടുത്തെത്തുമ്പോഴേക്കും അത് എണീറ്റ് ഓടി. ഒപ്പം ഡോക്ടർ നോക്കി ആ സ്ലെഡ്ജിലുള്ള എല്ലാ സാധനങ്ങളും
മാറ്റിയിരിക്കുന്നു. മെയിനായിട്ട് അതിൽ കുറച്ച് മറ്റേ ഉണ്ടായിരുന്നത് ഒരു മാഗ്നറ്റിക് കമ്പസ്, പിന്നെ കുറേ തുണികൾ, അതെല്ലാം മാറ്റി. അതുകൊണ്ട് ഈ അബോധാവസ്ഥയിലുള്ളവർക്ക് ഒരു എക്സ്ട്രാ ക്ലോത്തിങ് കൊടുക്കാമെന്ന് വെച്ചാൽ അതിന് പോലും നിർവാഹമില്ല, അതെല്ലാം മാറ്റിയിരിക്കുന്നു. പിന്നെ ആ ഡോഗ്സിന് കെട്ടിയിരുന്ന ആ സ്ട്രാപ്പുകളെല്ലാം മുറിച്ച് മാറ്റിയിരിക്കുന്നു. എന്തെങ്കിലും കാരണവശാൽ അവരവിടെ എത്തിയാൽ പോലും ഡോഗ്സിന് അതിൽ കെട്ടി വലിക്കരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശം. ഏതായാലും ഈ അബോധാവസ്ഥയിലുള്ള 3 പേരെയും അവർ ആ സ്ലെഡ്ജിൽ കിടത്തി. പിന്നെ ആ സ്ട്രാപ്പുകളെല്ലാം മുറിച്ച് മാറ്റിയതിൻ്റെ ബാക്കിയുള്ളതെല്ലാം കൂട്ടിക്കെട്ടി ആ സ്ലെഡ്ജ് അവർക്ക് തന്നെ വലിച്ചുകൊണ്ട് പോകാവുന്ന ഒരു നിലയിലെത്തിച്ചു. അങ്ങനെ പിന്നെ ഡോക്ടറും ജാഗറോയും ജാക്സ്ട്രോയും കൂടി അത് വലിച്ചുകൊണ്ട് നീങ്ങി. പക്ഷേ അപ്പോഴും യാത്ര സ്മൂത്തായിരുന്നില്ല. കാരണം ഈ ഐസ് ക്യാപ്പ് നിറയെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റഗീസ് അഥവാ ഈ കുണ്ടും കുഴികളും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അതിൽ കിടത്തിയിരുന്ന ആ ആൾക്കാരെല്ലാം മറിഞ്ഞ് നിലത്ത് വീഴാൻ തുടങ്ങി. അവസാനം അവരെയൊക്കെ ഒന്ന് നോക്കുന്നതിനായിട്ട് നമ്മുടെ സെനറ്റർ ബ്രൂസ്റ്ററെ അവർ ആ സ്ലെഡ്ജിൽ തന്നെ ഇരുത്തി. ഈ മറിഞ്ഞു പോകാൻ തോന്നുന്ന ആൾക്കാരെ മറ്റേ നേരെയാക്കുന്ന ഒരു പണി ഏൽപ്പിച്ചുകൊണ്ട് ബ്രൂസ്റ്ററെ അതിലിരുത്തി. അവർ മുന്നോട്ട് നോങ്ങി. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴാണ് ജാക്സ്ട്രോ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഡോക്ടർ ആ സ്ലെഡ്ജും വലിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ ഉറങ്ങുകയാണ്. അത്രയും കഠിനമായ ക്ഷീണം അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നു. കാരണം ട്യൂസ്ഡേ 4 AM എണീറ്റാണ്. അതിനുശേഷം പിന്നെ ജാക്സ്ട്രോയും ഡോക്ടറും ഉറങ്ങിയിട്ടേയില്ല. ജാക്സ്ട്രോ കുറച്ചുകൂടി ഫിസിക്കലി ഫിറ്റ് ആയതുകൊണ്ട് ക്ഷീണം അത്രയ്ക്ക് ബാധിച്ചില്ല. പക്ഷേ ഡോക്ടർ നടക്കുന്നതിനിടയിൽ ഉറങ്ങുകയാണ്. ജാക്സ്ട്രോ ഡോക്ടറെ ഒന്ന് കുലുക്കി വിളിച്ചു, ഡോക്ടർ മേസൻ. അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ആ സമയത്ത് ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ജാക്സ്ട്രോ ഒരു കാര്യം കണ്ടു. അവർ പോകുന്നതിൻ്റെ വലതുവശത്തായിട്ട് ഒരു മഞ്ഞിൻ്റെ ചെറിയൊരു ഭിത്തി, അതിൻ്റെ അകത്തോട്ടൊരു വിള്ളൽ. അതിൽ അവർക്ക് അന്നത്തെ ഒരു ഷെൽട്ടർ ആവാം എന്ന് ജാക്സ്ട്രോ തീരുമാനിച്ചു. അങ്ങനെ അവരെല്ലാവരും കൂടി ആ ഡോഗ് സ്ലെഡ്ജ് അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അതിലുണ്ടായിരുന്ന ഈ ആൾക്കാരെയൊക്കെ എടുത്ത് ആ വിള്ളലിൻ്റെ അകത്തോട്ട് കിടത്തി. ആ വിള്ളലിൽ ആ ബോഡികളൊക്കെ കിടത്തുന്ന സമയത്താണ് ഡോക്ടർ ഒരു കാര്യം ശ്രദ്ധിച്ചത്. സെനറ്ററെ കാണാനില്ല. അതുവരെ ഡോഗ് സ്ലെഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ബോഡികൾ മറിഞ്ഞു വീഴാതെ നോക്കുന്നതിനായിട്ട്, ബോധമില്ലാത്തവരൊക്കെ മറിഞ്ഞു വീഴാതെ നോക്കുന്നതിനായിട്ട് ഇരുന്നിരുന്നതാണ്. ഇപ്പം സെനറ്ററെ ആ സ്ലെഡ്ജിൽ കാണാനില്ല. ഡോക്ടർ പറഞ്ഞു, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം, ആ ടോർച്ചിങ് ഇതാ. ജാക്സ്ട്രോ ഡോക്ടറുടെ കയ്യിൽ ശക്തമായി ഒന്ന് പിടിച്ചു. ഡോക്ടർക്ക് മനസ്സിലായി ജാക്സ്ട്രോ ഒരു കാരണവശാലും പറഞ്ഞേക്കില്ല, വേണ്ടി വന്നാൽ ബലം പിടിച്ച് നിർത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ജാക്സ്ട്രോ. ജാക്സ്ട്രോ പറഞ്ഞു, ഈ തണുപ്പത്ത് താങ്കൾ ഒറ്റയ്ക്ക് പോകണ്ട, വേറെ വഴിയുണ്ട്. ജാക്സ്ട്രോ ബാൾഷോയെ വിളിച്ചു, ചില കാര്യങ്ങൾ അതിനോട് പറഞ്ഞു. അത് അവർ വന്ന വഴിക്ക് തിരിച്ചുപോയി. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അത് തിരിച്ചു വന്ന് അവരുടെ മുന്നിൽ ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നു. ജാക്സ്ട്രോ പറഞ്ഞു, അവൻ നമ്മുടെ സെനറ്ററെ കണ്ടിട്ടുണ്ട്, ഇനി വാ നമുക്ക് പോയി നോക്കാം. ബാൾട്ടോയെ ഫോളോ ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോയി. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന അവസ്ഥ, ആ മഞ്ഞിൽ സെനറ്റർ മരിച്ചു കിടക്കുന്നു. അങ്ങനെ നിരാശരായി അവർ തിരിച്ചു വന്നു. അന്ന് ആ വിള്ളലിൽ കാറ്റിൽ നിന്നെങ്കിലും രക്ഷ നേടി കിടക്കാൻ അവർ തീരുമാനിച്ചു. തണുപ്പ് കുറയില്ല, പക്ഷെ അതിൻ്റെ അകത്താകുമ്പോൾ കാറ്റ് നേരിട്ടടിക്കില്ല. തണുപ്പിൽ നിന്ന് ഒരുവിധം രക്ഷപ്പെടുന്നതിനായിട്ട് ആ അബോധാവസ്ഥയിലുള്ള 3 പേരും പിന്നെ സാഗറോ, ഡോക്ടർ ജാക്സ്ട്രോ എന്നീ 3 പേരും പിന്നെ ബാൾട്ടോയും, ഇത്രയും അങ്ങനെ 7 ആൾക്കാർ ചേർന്ന് കഴിയുന്നതും പരസ്പരം ചൂട് പകർന്നുകൊണ്ട് കിടന്നു. എന്നിട്ടും അസഹനീയമായ തണുപ്പ്, ആർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും എണീറ്റ സമയത്താണ് ബാൾട്ടോ പെട്ടെന്ന് അവരുടെ അടുത്ത് നിന്ന് മുന്നോട്ട് ഓടി. ഒരു 1-1.5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചു വന്നു.
തിരിച്ചു വന്ന് ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ജാക്സ്ട്രോ അതിൻ്റെ പുറകെ പോയി എന്താണ് സംഭവിച്ചതെന്ന് നോക്കാൻ പോയി. ജാക്സ്ട്രോയും പെട്ടെന്ന് തിരിച്ചു വന്ന് ഡോക്ടറെയും വിളിച്ചുകൊണ്ട് വീണ്ടും പോയി. അവിടെ എത്തുമ്പോൾ കാണുന്നത് ട്രാക്ടറിൻ്റെ കുറച്ച് ഓയിൽ അവിടെ ലീക്കായി കിടക്കുന്നു. പിന്നെ റേഡിയേറ്ററിൽ നിന്ന് ചൂടുവെള്ളം വീണ ഒരു പാട് മഞ്ഞിൽ കാണാനുണ്ട്. ഡോക്ടർ ചോദിച്ചു ഇതെന്ത് പറ്റി, ട്രാക്ടർ എങ്ങാനും കേടായോ? അപ്പോൾ ജാക്സോ പറഞ്ഞു കേടായതാൻ വഴിയില്ല, കേടായാൽ പിന്നെ അവർക്കത് പിന്നീട് സ്റ്റാർട്ട് ചെയ്യാനൊന്നും പറ്റില്ല, അതിനുള്ള കപ്പാസിറ്റി ഒന്നും അവർക്കില്ല. അവർ പക്ഷേ ഇന്നലെ ഇവിടെ ഹോൾട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നിവിടെ നമ്മൾ അപ്പുറത്ത് ഹോൾട്ട് ചെയ്യുമ്പോൾ ഇവരിവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എൻജിൻ ഓഫ് ചെയ്തിട്ടില്ല. എൻജിൻ ഓഫ് ചെയ്താൽ വീണ്ടും സ്റ്റാർട്ടാകുമോ എന്നവർക്ക് സംശയമുണ്ട്. സ്റ്റാർട്ടായില്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഇല്ലാത്തതുകൊണ്ട് അവർ എൻജിൻ ഓഫ് ചെയ്യാതാണ് കിടന്നിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് മുമ്പ് അവരിവിടെ നിന്ന് നീങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ അവർ തിരിച്ച് വീണ്ടും അവർ ഹോൾട്ട് ചെയ്ത ഭാഗത്തെത്തി. അപ്പോൾ ഒരു ലേശ ആശ്വാസം. ഹെലീൻ ബോധം തെളിഞ്ഞ് എണീറ്റിരിക്കുന്നു. ഡോക്ടർ പറഞ്ഞു ഹെലീൻ നീ ഉഷാറായ? ഹെലീൻ പറഞ്ഞു സോറി ഡോക്ടർ, അത് ഞാൻ. ഡോക്ടർ പറഞ്ഞു എന്തിനാ സോറി പറയുന്നത്, നീ മനഃപൂർവ്വം ബോധം കെട്ട് വീണോന്നല്ലോ. സാരില്ല, നമുക്ക് നീ എത്രയും പെട്ടെന്ന് മുന്നോട്ട് നീങ്ങാം, ഇവിടെ ഈ തണുപ്പത്ത് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ സാഗർ ചോദിച്ചു ഈ കാറ്റത്തോ? ജാക്സ്ട്രോ പറഞ്ഞു ഈ കാറ്റൊക്കെ ഇനി അധികം നേരം ഉണ്ടാവില്ല. ഇപ്പം തന്നെ അത് ഇത്തരം കാറ്റുകൾ വിലിബോസ് എന്നാണ് ഈ കാറ്റിൻ്റെ വിളിപ്പേര്. ഇത് ഏകദേശം നിൽക്കാനുള്ളൊരു സമയമായി. ഇന്നലെ രാവിലെ തുടങ്ങിയതാണല്ലോ. ഏകദേശം ഇതൊക്കെ നിൽക്കാനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മെല്ലെ അങ്ങ് മുന്നോട്ട് നീങ്ങാം. അങ്ങനെ വീണ്ടും ആ ഡോഗ് സ്ലെഡ്ജിൽ മാഗ്ലറേയും മേരി ലുഗാർഡിനെയും കിടത്തി. അവർ ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് നീങ്ങാതിരിക്കാനായിട്ട് അത് നോക്കാനായിട്ട് ഹെലീനെ ഇവിടെ ഇരുത്തി. അവർ മൂന്നാളും വീണ്ടും ആ സ്ലെഡ്ജും വലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. ഏകദേശം ഒരു നേരം, അതായത് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണല്ലോ മെല്ലെ ഒരു പകൽ വെളിച്ചം, ഒരു സന്ധ്യ, നമുക്കൊക്കെ ഒരു സന്ധ്യയ്ക്ക് കാണുന്നവരുടെ ഒരു വെളിച്ചം അവിടെ തെളിയും. അങ്ങനെ ആ ഒരു സമയമായപ്പോൾ അവർ ആ ട്രാക്ടർ സ്ലെഡ് വഴിയിൽ കണ്ടു. അപ്പോൾ ട്രാക്ടർ സ്ലെഡും അവർ ഊരി മാറ്റിയിരിക്കുന്നു. ഡോഗ് സ്ലെഡ്ജ് ആദ്യമേ ഊരി മാറ്റി, ഇപ്പോൾ ട്രാക്ടർ സ്ലെഡ് ഊരി മാറ്റിയിരിക്കുന്നു. അത് രണ്ട് കാര്യങ്ങളാണ്. ഇതെല്ലാം ഈ കൂടുന്തോറും ഈ ബാക്കിലോട്ട് ഇത്രയും എക്സ്റ്റൻഷൻസ് ഉള്ളപ്പോൾ ഈ മഞ്ഞിൽ കൂടെ ഓടിക്കാനുള്ള കൺട്രോള് കുറയും. പിന്നെ ഇത്രയും ദൂരം അവർ നടന്നെത്തും എന്നൊരിക്കലും സ്മോൾ വുഡ് പറയാത്തിനെയും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഊരി മാറ്റിയിരിക്കുന്നു. ഒപ്പം അതിൽ ഒരു കാര്യമുണ്ട്, നേരത്തെ ഡോഗ് സ്ലെഡ്ജ് ചെയ്ത പോലെ അതിൽ നിന്നുള്ള ഒരു സാധനങ്ങളും മാറ്റിയിട്ടില്ല. അതിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അതേപോലെ ഉണ്ട്. തുണികളുണ്ട്. അതുകൊണ്ട് ആ തുണികളൊക്കെ എടുത്ത് അവർ മാഗ്ലറേയും മേരി ലുഗാർഡിനെയും ഒന്നുകൂടി പുതപ്പിച്ച് അവർ മുന്നോട്ട് നീങ്ങി. പെട്ടെന്നാണ് ഡോക്ടർ ഒരു കാര്യം ചിന്തിച്ചത്. അദ്ദേഹം തിരിച്ചു വന്നതിനിടയിൽ അദ്ദേഹം ചിരിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. പക്ഷേ ജാക്സ്ട്രോയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി ഡോക്ടറുടെ ചിരിയുടെ ഉദ്ദേശം. സാഗറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. തിരിച്ചു വന്ന് ഡോക്ടർ ചെയ്തത് ആ സ്ലെഡിൽ ഇവരൊക്കെ സാധാരണ ഈ റിസർച്ച് സമയത്ത് ഉപയോഗിക്കാനുള്ള ഹൈഡ്രജൻ ബലൂൺസ് ഉണ്ട്. മുകളിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിനായിട്ടുള്ള ഈ ഹൈഡ്രജൻ ബലൂണിൽ ചില എക്യുപ്മെൻറ്റ്സൊക്കെ ഘടിപ്പിച്ച് അവർ മുകളിലേക്ക് വിടും. അതിൻ്റെ റീഡിങ്സൊക്കെ പരിശോധിക്കും. അത്തരം ഹൈഡ്രജൻ ബലൂണ്, അത് നിറയ്ക്കാനുള്ള ഹൈഡ്രജൻ സിലിണ്ടറും എല്ലാം ആ സ്ലെഡിലുണ്ട്. അതെടുത്തു. ഈ പറഞ്ഞ രീതിയിൽ ഒരു ബലൂണിൽ ഹൈഡ്രജൻ നിറച്ചു. അതിനുശേഷം ഒരു ഫ്യൂസ് വഴി ഒരു മഗ്നീഷ്യം ഫ്ലെയർ കത്തിച്ചു. മഗ്നീഷ്യം ഫ്ലെയർ എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം എന്ന മെറ്റൽ ആയിട്ട് കത്തിക്കുമ്പോൾ നല്ല ബ്രൈറ്റ് ലൈറ്റ് പുറപ്പെടുവിക്കും. അപ്പോൾ ഈ ബലൂൺ മുകളിലെത്തിയിട്ട് വേണം അത് ശരിക്കും കത്താൻ. അപ്പോൾ കുറച്ച് ദൂരെയുള്ളവർക്ക് അത് കാണും, ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു അടയാളം. അങ്ങനെ ആ ഒരു മഗ്നീഷ്യം ഫ്ലെയർ കത്തിച്ച് ഒരു ബലൂണിൽ ഘടിപ്പിച്ച് മുകളിലേക്ക് വിട്ടു. ഏകദേശം ഒരു 1000-1200 മീറ്റർ മുകളിലെത്തി. അപ്പോഴേക്കും ആ ഫ്യൂസിൽ നിന്നുള്ള മഗ്നീഷ്യത്തിൽ എത്തി. മഗ്നീഷ്യം കത്താൻ തുടങ്ങി. വളരെ ബ്രൈറ്റായിട്ടൊരു ലൈറ്റ് അവിടെ എല്ലാം പടർന്നു. വീണ്ടും 2 ബലൂണും കൂടി അതുപോലെ അവർ അയച്ചു.
പെട്ടെന്നാണ് ജാക്ക് സ്ട്രോ അത് കണ്ടത്. കുറച്ച് ദൂരം നിന്ന് ഒരു ബ്രൈറ്റായിട്ടുള്ള ഒരു റോക്കറ്റ് മുകളിലേക്ക് വരുന്നു. അവർക്ക് മനസ്സിലായി ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റിൻ്റെ വാഹനം അവിടെ ഉണ്ട്. ഇവരുടെ അടയാളം കണ്ട് അവർ തിരിച്ചൊരു അടയാളം അയച്ചതാണ്. ഏതാനും മിനിറ്റുകൾക്കകം ഹിൽക്രസ്റ്റിൻ്റെ ട്രാക്ടർ അവരുടെ അടുത്ത് വന്നു. അതിൻ്റെ ക്യാബിൻ ഡോർ തുറന്നു. വളരെ വലിയ ക്യാബിനാണ്, അവരുടെ മറ്റേ ട്രാക്ടർ പോലെയല്ല, വിശാലമായ ക്യാബിൻ. അതിൻ്റെ അകത്ത് അവരെല്ലാവരെയും കയറ്റി. ഹിൽക്രസ്റ്റ് അതിന് മുമ്പ് തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അതിൻ്റെ അകത്ത് ഒരുക്കി വെച്ചിരുന്നു. പ്രത്യേകിച്ച് ഹീറ്റ് പാഡ് ഉള്ള 2 ബങ്കുകൾ തയ്യാറാക്കിയിരുന്നു. മേരി ലിഗാർഡിനെയും മാഗ്ലറെയും അതിലേക്ക് മാറ്റി കിടത്തി. അതോടെ അവർക്ക് ഒന്ന് കംഫർട്ടായി. പിന്നെ എല്ലാവർക്കും കുടിക്കുന്നതിനായിട്ട് ചൂടുള്ള പാനീയങ്ങളും ഓരോ പെക്ക് ബ്രാൻഡി, തണുപ്പിൽ നിന്ന് പെട്ടെന്നൊന്ന് രക്ഷ നേടാൻ ഈ പറഞ്ഞ 4 പേർക്കും, അബോധാവസ്ഥയിൽ കിടക്കുന്നവർക്കല്ല, ബോധമുള്ളവർക്കും ആരോഗ്യമുള്ളവർക്കും ഓരോ പെക്ക് ബ്രാൻഡി അത്രയും കൊടുത്തു. പിന്നെ നമ്മുടെ ഹിൽക്രസ്റ്റ് അതിൻ്റെ ഇടയിൽ ജോസ് അവിടെ ഇരിപ്പുണ്ട്. ജോസ് സാഗറോയെ കണ്ട് ഞെട്ടി. കാരണം ഇവരുടെ വിചാരം സാഗറോ ആണ് കുറ്റവാളികളുടെ പ്രധാനി. അപ്പോൾ സാഗറോയും സോളി ലെവിനും കൂടി ട്രാക്ടർ കൈയടക്കി അതും കൊണ്ട് പോയി എന്നാണ് വിചാരം. പക്ഷേ സാഗറോ മുന്നിൽ നിന്ന് നിൽക്കുന്നു. അപ്പോൾ ജോസിൻ്റെ ഞെട്ടൽ കണ്ട് ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റ് ചോദിച്ചു, എന്തു പറ്റി ജോസ്? അല്ല മിസ്റ്റർ സാഗറോ. ഇത് സാഗറോയോ? സാഗറോ അല്ലേ ഡോക്ടർ നിങ്ങൾ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞ ആ കഥയെല്ലാം മാറി. അപ്പോൾ അതുവരെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ഡോക്ടർ ഒന്ന് ചുരുക്കി പറഞ്ഞു. അപ്പോൾ ക്യാപ്റ്റൻ ചോദിച്ചു, ഇനി എന്താ പ്ലാൻ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നമുക്ക് ചെയ്യാനുള്ളത് അവർ ഈ കാങ്കല ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാൽ മഞ്ഞ് ഒഴുകി നീങ്ങുന്ന ഒരു പുഴ പോലുള്ള ഒരു ഭാഗം, അതിനാണ് ഗ്ലേഷ്യർ എന്ന് പറയുക. ഈ ഗ്ലേഷ്യറിൻ്റെ ഒരു കരയിൽ കൂടെയാണ് അവർ ഇത്രയും നേരം വന്നിരുന്നത്. ട്രാക്ടറും അവരുടെ മുമ്പേ സിട്രോൺ ട്രാക്ടറും ആ വഴി കൂടെ തന്നെയാണ് പോയിട്ടുള്ളത്. ഡോക്ടർ പറഞ്ഞു, ഈ ട്രാക്ടറിന് സ്പീഡുണ്ട്, അതിനേക്കാൾ പെട്ടെന്ന് നമുക്ക് പോകാൻ സാധിക്കും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ചുകൂടി ഇടത്തോട്ട് മാറി, നേരെ ഈ കരയിൽ കൂടെ അല്ല, കുഴയിൽ കൂടി ഇടത്തോട്ട് മാറി മാക്സിമം സ്പീഡിൽ പോവുക. അങ്ങനെ കാങ്കലാക് ഫ്യോർഡിൻ്റെ അടുത്ത് നമ്മൾ ആദ്യം എത്തണം, എന്നിട്ട് അവരെ ഫേസ് ചെയ്യണം. ഫേസ് ചെയ്യും എന്തിന്? അവിടെ മിലിറ്ററിയുടെ ആൾക്കാരൊക്കെ ഉണ്ട് കാങ്കലാക് ഫ്യോർഡിൽ, അവർ നോക്കിക്കോളും. ഡോക്ടർ പറഞ്ഞു, അങ്ങനെ നോക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ അകത്ത് 2 ബന്ദികളുണ്ട്, മാർഗരറ്റ് റോസും സോളി ലെവിനും. അപ്പോൾ സാഗറോ പറഞ്ഞു, അതെ, എൻ്റെ അച്ഛനും ഡോക്ടറുടെ പെണ്ണും. അപ്പോൾ ക്യാപ്റ്റൻ ഒന്ന് ഡോക്ടറെ നോക്കി, ഓഹോ അങ്ങനെ ഒരു കാര്യമുണ്ടോ, ശരി ശരി, അപ്പോൾ ശരി, ഇനി അവിടെ എത്തിയാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും ആ ട്രാക്ടർ വരും. ജാക്ക് സ്ട്രോ ഒരു റൈഫിളും ഉണ്ട്, ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ റൈഫിളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ ട്രാക്ടറിൻ്റെ അകത്ത്. ആ വരുന്ന കൊറാസിനിയെ ഏകദേശം 50 മീറ്റർ ദൂരെ നിന്ന് ഉന്നം തെറ്റാതെ ജാക്ക് സ്ട്രോയ്ക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ ജാക്ക് സ്ട്രോ അയാളെ ഷൂട്ട് ചെയ്യുന്നതോടെ ട്രാക്ടർ കൺട്രോൾ തെറ്റി എവിടെയെങ്കിലുമൊക്കെ പോയി തട്ടി നിൽക്കും. വെറുതെ ഷൂട്ട് ചെയ്യാനാണ്, ഒരു വാർണിങ്ങും കൊടുക്കാതെയോ? എന്താ ഡോക്ടർ നിങ്ങൾ പറയുന്നത്? അത് കൊലപാതകമാണ്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, അപ്പോൾ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന സ്റ്റാഫിനെയും പിന്നെ മിസ് ഡാൻസ്ബി ഗ്രിഗിനെയൊക്കെ അവർ വാർണിംഗ് കൊടുത്തിട്ടാണോ കൊന്നത്? അപ്പോൾ അവർക്ക് വാർണിംഗ് കൊടുക്കാതെ കൊല്ലാം? അങ്ങനെയാണല്ലോ എപ്പോഴും നമ്മുടെ നാട്ടിലും കാണാം. പ്രതികൾക്ക് എല്ലാ അവകാശങ്ങളുമാണ്, വിക്ടിംസിന് ഒരു അവകാശമില്ല. മനുഷ്യാവകാശം മുഴുവൻ കുറ്റവാളികൾക്കുള്ളതാണല്ലോ. അപ്പോൾ അത് തന്നെയാണ് അവിടെ ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റും പറയുന്നത്. ഡോക്ടർ പറഞ്ഞു, അത് ഒരിക്കലും കൊലപാതകമല്ല, ഇനി കൂടുതൽ കൊലപാതകങ്ങൾ അവർ ചെയ്യാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ. ക്യാപ്റ്റൻ ജാക്ക് സ്ട്രോയുടെ നേരെ തിരിഞ്ഞു. ജാക്ക് സ്ട്രോ, താങ്കൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ജാക്ക് സ്ട്രോ പറഞ്ഞു, വളരെ സന്തോഷത്തോടെ ഞാനത് ചെയ്യാം. കാരണം മനുഷ്യാവകാശമൊക്കെ പറയാൻ എളുപ്പമാണ്, അനുഭവിച്ചവർക്കാണല്ലോ അതിൻ്റെ വിഷമം അറിയുക.
അങ്ങനെ അവർ മുന്നോട്ട് നീങ്ങി. അതിനിടയിൽ ക്യാപ്റ്റൻ അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് തലേ ദിവസത്തെ ഡോക്ടറുടെ മെയ്ഡേ എന്നുള്ള ഒരു മെസ്സേജ് കേട്ടതോടെ ക്യാപ്റ്റന് കാര്യം മനസ്സിലായി. പിന്നെ ക്യാപ്റ്റൻ ചിന്തിച്ചു, ഇനി അറ്റ്ലാന്റിക് ബേസിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല. എന്തായാലും ഈ ടീം അങ്ങോട്ട് പോകാൻ ചാൻസ് ഇല്ല. അവിടെ ഓൾറെഡി ഫോഴ്സൊക്കെ റെഡിയായി നിൽക്കുകയാണ്. ക്യാപ്റ്റൻ്റെ ചിന്തയിൽ ക്യാപ്റ്റന് തോന്നി സ്വാഭാവികമായിട്ട് ഇനി ഇവർ പോകാൻ ചാൻസുള്ള ഒരു സ്ഥലമേ ഉള്ളൂ. കാരണം ഇനിയിപ്പോൾ കടലിലേക്ക് ഇറങ്ങാനുള്ള മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ് കാങ്കലാക്ക് ഫ്യോർഡ്. സ്വാഭാവികമായിട്ടും ഈ ഗ്യാങ് അങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് ക്യാപ്റ്റൻ ചിന്തിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ ട്രാക്ടറിൽ ദിശ അറിയാനുള്ള നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ജൈറോ കമ്പസ് ഉണ്ട്. അതിൻ്റെ സഹായത്തോടെ അദ്ദേഹം മാക്സിമം സ്പീഡിൽ കാങ്കലാക്ക് ഫ്യോർഡിൻ്റെ ഭാഗത്തേക്ക് വരികയായിരുന്നു. ജോസ് ആണെങ്കിൽ റേഡിയോയിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ നടന്നില്ല. ക്യാപ്റ്റൻ പറഞ്ഞു, ആ ചെക്കൻ നിങ്ങളുടെ മെയ്ഡേ കേട്ടാൽ പിന്നെ ആ റേഡിയോയുടെ അടുത്തുനിന്ന് മാറിയിട്ടില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ കണ്ടുമുട്ടിയത് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഡോക്ടറുടെ പ്ലാൻ അനുസരിച്ച് ആ ട്രാക്ടർ കുറേ കൂടി അടുത്തോട്ട് മാറി മുന്നോട്ട് പോയി. കാങ്കലാക്ക് ഫോർഡിൻ്റെ തൊട്ടടുത്തെത്തി ഒരു മറവുള്ള ഭാഗം നോക്കി അതിൻ്റെ ഡ്രൈവർ ആ ട്രാക്ടർ നിർത്തി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ഇവർക്ക് നല്ല ചൂടുള്ള ഭക്ഷണം കാര്യങ്ങളെല്ലാം കിട്ടി. ഒപ്പം തന്നെ വേറൊരു കാര്യം സംഭവിച്ചു. ഒരു വിമാനത്തിൽ ഇൻസുലിൻ അവിടെ കൊണ്ടുവന്ന് എയർ ഡ്രോപ്പ് ചെയ്തു. ആ ഇൻസുലിൻ നല്ല പ്ലാസ്റ്റിക്കിലൊക്കെ പൊതിഞ്ഞ് ഒരു കാരണവശാലും ഇത്രയും താഴേക്ക് വീണാലും അതിൻ്റെ ആംബ്യൂൾസ് തകരാത്ത രീതിയിൽ പാക്ക് ചെയ്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അതെടുത്ത് ഡോക്ടർ നമ്മുടെ മകളർക്ക് ഇൻസുലിൻ കൊടുത്തു. പിന്നെ ഈ ചൂടും നല്ല ഭക്ഷണമൊക്കെ ആയപ്പോഴേക്കും മേരി ലിഗാർഡിൻ്റെയും ബോധമൊക്കെ തെളിഞ്ഞു. അങ്ങനെ അതിൻ്റെ അകത്ത് ഇപ്പോൾ എല്ലാവരും ഏകദേശം ഹാപ്പി ആയിരിക്കുകയാണ്. ഇനി 2 പേരെ രക്ഷിച്ചെടുക്കാനുണ്ട്, അത്രയേ ഉള്ളൂ. ആ സമയത്താണ് മറ്റേ ട്രാക്ടറിൻ്റെ സൗണ്ട് അവർ കേൾക്കാൻ തുടങ്ങി. ജാക്ക് സ്ട്രോ റൈഫിളും ഒക്കെ ആയി ട്രാക്ടർ ക്യാബിൻ്റെ പുറത്തിറങ്ങി റെഡിയായി നിന്നു. ഒപ്പം ഡോക്ടറും ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റും കയ്യിലോരോ റൈഫിളൊക്കെ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ആ ഗ്ലേഷ്യറിൻ്റെ മറ്റേ കരയിലൂടെ ഏകദേശം 300 മീറ്റർ അപ്പുറത്തൂടെ ആ ട്രാക്ടർ നീങ്ങി പോകുന്നവർ കണ്ടു.